Hey guys, welcome back to another episode of Nothing Special. ഇന്നത്തെ വീഡിയോ പറയുന്നത് മറ്റൊരു സിനിമ റിവ്യൂ ആണ്. ദി പെറ്റ് ഡിറ്റക്റ്റീവ്. പ്രണീഷ് വിജയൻ ഡയറക്ട് ചെയ്തിട്ട് ഷറഫുദ്ദീനും അനുപമയും പ്രധാന കഥാപാത്രത്തിലുള്ള സിനിമയാണ് പെറ്റ് ഡിറ്റക്റ്റീവ്. ഷറഫുദ്ദീനും അനുപമയും ആണ് ഈ സിനിമയത്തെ മെയിൻ ക്യാരക്ടേഴ്സ്. അതുകൂടാതെ വിനയ് ഫോർട്ട് ഉണ്ട്, വിജയരാഘവൻ ഉണ്ട്, ജോമോൻ ഉണ്ട്. അങ്ങനെ ഒട്ടനവധി അടിപൊളി കാസ്റ്റിംഗ് ഈ സിനിമയിൽ ഉണ്ട്. സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഫൺ റൈഡ് പടം. സിനിമേന്റെ മെയിൻ ഹൈലൈറ്റ് പറയുന്നത് ഷറഫുദ്ദീൻ തന്നെയാണ്. ഷറഫുദ്ദീന് കിട്ടിയ ക്യാരക്ടർ അടിപൊളിയായിട്ട് പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. എനിക്ക് ഒന്ന് മലയാള സിനിമയിൽ ഇപ്പത്തെ ഒരു ഈ ഒരു ലെവലിലെ ആക്ടേഴ്സിൽ എന്താണ് കോമഡി കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒരു മികച്ച നടനുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അത്ര അടിപൊളിയായിട്ട് തന്നെയാണ്, നല്ല കിടിലൻ ടൈമിങ്ങിൽ കൂടി തന്നെ കോമഡി ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ട്. സിനിമ തുടങ്ങിയിട്ട് ആ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഇതിലത്തെ മെയിൻ ക്യാരക്ടേഴ്സിന്റെ ഒരു മൈൻഡ് സെറ്റ്, ആ ക്യാരക്ടർ എന്താണ് എന്നുള്ളതും ഈ സിനിമ ഏത് ടൈപ്പിലുള്ള സിനിമയാണെന്നുള്ളതും പ്രേക്ഷകന് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അതാണ് ഈ സിനിമയുടെ വലിയൊരു പോസിറ്റീവ്. കാരണം ഇതുപോലത്തെ കുറെ കോമഡി ഇങ്ങനത്തെ ഈ ടൈപ്പ് സിനിമകൾ വന്നിട്ട് കറക്റ്റായിട്ട് പ്രേക്ഷകനുമായിട്ട് കണക്ട് ആവാൻ പറ്റാണ്ട് പോയിട്ടുണ്ട്. പക്ഷെ ആ സമയത്താണ് ഈ സിനിമ വേറിട്ട് നിൽക്കുന്നത്. കാരണം അടിപൊളിയായിട്ട് എല്ലാ ക്യാരക്ടേഴ്സും ഏത് ലെവലിലാണ് നിൽക്കുന്നത്, ഏതാണ് ക്യാരക്ടേഴ്സിന്റെയും ഈ പടത്തിന്റെയും മീറ്റർ എന്നുള്ളത് സിനിമേന്റെ സ്റ്റാർട്ടിങ് തന്നെ എല്ലാവർക്കും മനസ്സിലായി. പടത്തിന്റെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് കുറെ കുഞ്ഞു കുഞ്ഞു ഇവന്റ്സും ഇതൊക്കെ ആയിട്ട് ടപ്പാന്ന് പറഞ്ഞിട്ട് പടം ഫുൾ സ്പീഡിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും ലേഖ അടിക്കുന്നില്ല ഫസ്റ്റ് ഹാഫിൽ പറഞ്ഞെങ്കിൽ. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫ് നല്ല എൻഗേജിങ് ആയിട്ട് ഫസ്റ്റ് ഹാഫ് തീർന്ന് അറിഞ്ഞിട്ടില്ല. ആ 1 മണിക്കൂർ ഉണ്ടായിട്ട് ഫസ്റ്റ് ഹാഫ് അത് തീർന്ന് അറിഞ്ഞിട്ടില്ല. പെട്ടെന്ന് ഫസ്റ്റ് ഹാഫ് ആയ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സെക്കൻഡ് ഹാഫ് വന്നതിന് ശേഷം ഈ ഇവന്റ്സ് ഇങ്ങനെ കുറെ നടക്കുന്നുണ്ട് ഫുൾ സ്പീഡിൽ. പക്ഷെ ഇടയ്ക്ക് ഒരു പോയിന്റിൽ വെച്ചിട്ട് എനിക്ക് എന്താ ഈ ഇവന്റ്സ് തമ്മിൽ ഒരു കണക്ഷൻ മിസ് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒരു കണക്ഷൻ ഒരു പടത്തിൽ മൊത്തത്തിലെല്ലാം കൂടി ഒന്ന് വർക്കൗട്ട് ആവുന്നില്ലല്ലോ എന്നുള്ളൊരു തോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ഒരു സമയത്ത് വെച്ചിട്ട്. പക്ഷെ കുറച്ച് അതിന് ആ ഒരു ഇന്റർവെൽ കഴിഞ്ഞിട്ട് ആ ഒരു ഫസ്റ്റ് ഹാഫ് സ്റ്റേജ്, ആ ഇന്റർവെലിന്റെ കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫിന്റെ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജ്, അതിനുശേഷം പടം കുറച്ച് മുന്നോട്ട് പോയതിനു ശേഷം പിന്നെ അങ്ങോട്ട് നമുക്ക് പിന്നെ ഒന്നും ആലോചിക്കാൻ സമയമില്ല. ഇവന്റ്സ് ഫുള്ള് ടപ്പെന്ന് പറഞ്ഞിട്ട് സ്ക്രീനിൽ അങ്ങ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പിന്നെ അങ്ങോട്ട് പിന്നെ ഫുൾ എൻഗേജിങ് ആയിരുന്നു പടം. പടത്തിന്റെ ട്രെയിലർ കാണുമ്പോൾ ഒരു പ്രേക്ഷകൻ നമ്മൾ എന്താണോ ഈ പടത്തിന് എക്സ്പെക്ട് ചെയ്യുന്നത് അത് നമുക്ക് കിട്ടുന്നുണ്ട് തിയേറ്റർ കാണുന്ന സമയത്ത്. ആ ഒരു സെയിം മീറ്റർ തന്നെയാണ് പടം മൊത്തത്തിൽ വെച്ചിട്ടുള്ളത്. ഇതുപോലത്തെ ഈ ടൈപ്പ് കോമഡി സിനിമകൾ വരുന്ന സമയത്ത് പലർക്കും പറ്റുന്ന ഒരു മെയിൻ സംഭവമാണ് സിനിമേന്റെ ലെങ്ത് വർക്കുള്ളിൽ. ചില കുറെ ഇവന്റ്സ് നടക്കുന്നുണ്ടാവും സിനിമയിൽ. ചില ഇവന്റ്സ് സിനിമേന്റെ മെയിൻ ട്രാക്ക് വിട്ടിട്ട് പോകുന്ന ഇവന്റ്സ് ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് പ്രേക്ഷകന് കൺവിൻസ് ആവാൻ പറ്റില്ല എല്ലാ ഇവന്റ്സും തമ്മിൽ. പക്ഷെ ആടെയാണ് ഈ സിനിമ വേറിട്ടേക്കും. ഇതിന്റെ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ പടം ആകെ 2 മണിക്കൂറിൽ. അതാണ് ഏറ്റവും വലിയ പോസിറ്റീവ്. ഇങ്ങനത്തെ ഒരു സിനിമ എടുക്കുന്ന സമയത്ത് ലെങ്ത് കൂടിയിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകന് ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ് പോലെ തോന്നും. കാരണം ഫുൾ ടൈം എൻഗേജ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. പക്ഷെ ഈ സിനിമ ആകെ 2 മണിക്കൂറില്ലു. എന്താണോ അവർ കൺവിൻസ് ചെയ്യുന്നത്, ആ സ്റ്റോറി എന്താണോ അത് കറക്റ്റായി ചെയ്തു വെച്ചിട്ടുണ്ട്. അതിന് ഇതിന്റെ ഡയറക്ടറായ പ്രണീഷ് വിജയൻ അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് അനുപമ പരമേശ്വരന്റെ ക്യാരക്ടർ കുറച്ച് വെറുപ്പിക്കലായിട്ട് തോന്നിയിട്ടുണ്ടായിനി. പക്ഷെ പുള്ളിക്കാരി കിട്ടിയ ക്യാരക്ടർ അതായതുകൊണ്ട് പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ആ ഒരു ക്യാരക്ടർ മാത്രമാണ് എനിക്ക് സിനിമയിൽ അത്ര ഒരു ഡെവലപ്പ് അല്ലാത്തൊരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഒരു മെയിൻ ക്യാരക്ടർ ഉണ്ട് സിനിമയുടെ സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ. ആ ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഈ കഥ ഇങ്ങോട്ട് പോകുന്നത്. ഒരു റിവീൽ ആക്കാത്തൊരു ക്യാരക്ടർ. ആ ക്യാരക്ടർ ആരാന്ന് റിവീൽ ആക്കുന്ന ഒരു സംഭവമുണ്ട് സെക്കൻഡ് ഹാഫിൽ. അത് പക്ഷേ കുറച്ചും കൂടി എൻഗേജിങ് ആക്കിയിട്ട് ആക്കായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു 2 മണിക്കൂർ നമുക്ക് പോയി കണ്ടിട്ട് എൻജോയ് ചെയ്ത് വരാൻ പറ്റുന്ന ഒരു പടം, ഒരു ഫൺ ഡ്രൈവ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.